എന്തുണ്ട് തറ എത്രയും വെട്ടി പൊളിക്കുന്നത്? അണ്ണാ തറ മൊത്തം നല്ല ഞാൻ മൊത്തം നശിപ്പിക്കണം. എന്ത് കാര്യം? നശിപ്പിക്കും. എന്തെങ്കിലും കാര്യം കാണണമല്ലോ. എന്നാ പറയട്ട്. അന്നറിയാല് എന്റെ ഭാര്യ ഗർഭിണിയായ എണ്ണ. എടേ അതില് സന്തോഷിക്കല്ലേ വേണ്ടത്? തറയെ വെട്ടി പൊളിച്ചിട്ട് എന്ത് കാര്യം? എന്റെ പൊന്നെണ്ണ അതല്ലെന്ന്. പിന്നെ നേരെ വെള്ളം കോരിട്ട് കലവിട്ട് ഉടങ്ങണ കായിപ്പോയെന്ന്. അപ്പൊ കലവിട്ടുടച്ച നീ ആയിരിക്കും. എന്റെ പൊന്നെണ്ണ അതും അല്ലെന്ന്. പിന്നെ മുതലക്കേട് പറയല്ലേ അതല്ലെന്ന്. അണ്ണാ മെനിങ്ങാന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? 4 ദിവസം കഴിഞ്ഞിട്ട് അവിടെ ഹാജരാകണമെന്ന്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നിന്ന് നിന്നെ വിളിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് ഹാജരാവണം. വേറെ കാര്യമുണ്ട്. നിനക്ക് വല്ല പഴയ കേസ് വല്ലതും ഉണ്ടാടേ? എന്റെ പൊന്നെണ്ണ ഞാൻ എന്റെ കുടുംബമായിട്ട് തട്ടിമുട്ടി ജീവിച്ചു പോകണമല്ലേ അണ്ണ? കേസൊന്നുമില്ല. നല്ല വൃത്തിയൊന്നും ആലോചിച്ച് നോക്കിയാണ്. പെറ്റി കേസ് പോലും ഇല്ല. ഇപ്പം മനസ്സിലായി. നീ വാർത്തയും ചാനലൊന്നും കാണക്കില്ല. നമ്മളെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ഇപ്പൊ കേരളത്തിൽ ആരൊക്കെ ഗർഭിണികളാകുന്നു, ആരൊക്കെ അബോർഷൻ നടത്തുന്നു, പിന്നെ ഏതൊക്കെ ഗർഭിണികളാണ് പറ്റിക്കപ്പെടുന്നത്, ഇപ്പൊ ഇതെല്ലാം അന്വേഷിക്കാനുള്ള ചുമതല ആർക്കെന്നറിയാമോ? ക്രൈംബ്രാഞ്ചിനാണ്. ക്രൈംബ്രാഞ്ചിന്. എടാ എനിക്കൊരു സംശയം. ഈ കൊച്ചിന്റെ തന്ത നീ തന്നെയാണെന്ന് നീ മാത്രം പറഞ്ഞാ മതിയാ? അതല്ല, എന്റെ ഭാര്യ, എന്റെ കുടുംബം, എന്റെ കുട്ടി. ഈ ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട് വേണ്ടി വരുമല്ലേ അണ്ണ? തീർച്ചയായിട്ടും വേണ്ടി വരും. എന്റെ തമ്പുരാനെ.